കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും UDF-ലും പൊട്ടിത്തെറി. ദീപ്തി മേരി വർഗീസിനെ ഒഴിവാക്കിയതിൽ ഒരു ഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഡെപ്യൂട്ടി മേയർ പദവിയിൽ കൂടിയാലോചന നടത്താത്തതിൽ മുസ്ലിം ലീഗും നല്ല അതൃപ്തിയിലാണ് എന്നുകൂടി ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിഷ്ണു സുരേഷ് ബ്യൂറോയിൽ നിന്ന് തത്സമയം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ദീപ്തി മേരി വർഗീസ് ശരിക്കും കൊച്ചി മേയറാകും എന്ന രീതിയിലൊരു ധാരണ പൊതുവെ പരന്നിരുന്നു. മാധ്യമങ്ങളും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് അഫ്കോഴ്സ്. എന്നാൽ ദീപ്തി മേരി വർഗീസ് അറിയാതെ തന്നെ മറ്റൊരാൾ ചെയർപേഴ്സണായി മാറുന്നു എന്നുള്ള വിവരം കൊച്ചിയിൽ നിന്ന് വരുന്നു. കല്ലുകടി പറയൂ. SKN ആദ്യ ടേമിൽ VK വിനിമോളും രണ്ടാമത്തെ ടേമിൽ ഷൈനി മാത്യുവുമാണ് കൊച്ചിയുടെ മേയറാകാൻ പോകുന്നത്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ദീപ്തി മേരി വർഗീസിനെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ദീപ്തിയും ആ ചോദ്യം തന്നെ ഉയർത്തുന്നുണ്ട്. ഇന്നലെ അവരുടെ കടുത്ത അതൃപ്തി അവർ രേഖപ്പെടുത്തി. അതായത് ഒരു ചട്ടവും പാലിക്കാതെ, മാനദണ്ഡവും പാലിക്കാതെയാണ് ഈ മേയർമാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് ദീപ്തിയുടെ വാദം. സാധാരണഗതിയിൽ ഇത്തരത്തിൽ തർക്കമുണ്ടെങ്കിൽ KPCC നിരീക്ഷകനെത്തി ആ തർക്കം പരിഹരിക്കണം എന്നുള്ളതാണ് ആ നിയമാവലിയിൽ പറയുന്നത്. പക്ഷേ ഒരു KPCC നിരീക്ഷകനും ഇങ്ങോട്ടേക്ക് എത്തിയില്ല. മറിച്ച് ജില്ലയിലെ 2 ഗ്രൂപ്പ് നേതാക്കൾ അവരെ വിളിച്ചു വരുത്തിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. തന്നെ ഈ തീരുമാനമോ അല്ലെങ്കിൽ ഇതിന്റെ ചർച്ചയ്ക്കോ വിളിച്ചിട്ടില്ല എന്ന് ദീപ്തി പറയുന്നു. കോർ കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിട്ട് കോർ കമ്മിറ്റിയും കൂടിയില്ല. ഏകപക്ഷീയമായ നിലപാടിലേക്ക് ജില്ലാ നേതൃത്വം പോയതിൽ കടുത്ത അതൃപ്തി ഈ ദീപ്തി അനുകൂലികൾക്കുണ്ട്. ഇന്നലെ തന്നെ അവരെ പിന്തുണച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ പോസ്റ്റുകൾ വരുന്നുണ്ട്. മാത്യു കുഴൽനാടൻ അവർക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കാം എന്നാണ് ദീപ്തി ഇന്നലെ പറഞ്ഞത്. അവർ KPCC പ്രസിഡന്റിനോടും അതോടൊപ്പം പ്രതിപക്ഷ നേതാവിനോടുമൊക്കെ ഈ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനായിരുന്നു ഈ ജില്ലയിലെ ചുമതല, പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹം പോലും അറിയാതെ ആണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല എന്നാണ് ദീപ്തി അനുകൂലികൾ വ്യക്തമാക്കുന്നത്. ദീപ്തി KPCC ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ കൊച്ചിൻ കോർപ്പറേഷൻ UDF-ന് പിടിച്ചു കൊടുക്കുന്നതിൽ വലിയ നിർണായക പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് ദീപ്തി മേയറായി എത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ അനൗദ്യോഗികമായി നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അവസാന വട്ടത്തിൽ ഈ സാമുദായിക സമവാക്യം, ഗ്രൂപ്പ് സമവാക്യം ഒക്കെയാണ് ദീപ്തിക്ക് വെല്ലുവിളിയായത്. ഒപ്പം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കണക്ക് കൂടിയുണ്ട്. നഗരസഭ UDF കൗൺസിലറുമായി ബന്ധപ്പെട്ട് ഒരു വോട്ടെടുപ്പ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ തേടിയപ്പോൾ 3 പേർ മാത്രമാണ് ദീപ്തി വർഗീസിനെ പിന്തുണച്ചത്. അതും അവർക്കൊരു തിരിച്ചടിയായെന്ന് ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇത്രയേറെ വർഷങ്ങൾ പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്ന സ്ത്രീയാണ്. അവര് ഒരുപാട് ഘട്ടങ്ങളിൽ തഴയപ്പെട്ട ആളാണ്. മേയർ പദവിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷകളും അതുണ്ടായില്ല. അതിന്റെ അതൃപ്തി കോൺഗ്രസിലുണ്ട്, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. ഇന്ന് കൂടുതൽ പൊട്ടിത്തെറികൾക്കുള്ള സാധ്യതയുമുണ്ട്. ലീഗിലേക്ക് എത്തിയാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ് ലീഗ് ചോദിച്ചത്. കത്ത് ഔദ്യോഗികമായി DCC പ്രസിഡന്റ് നൽകിയിരുന്നു. പക്ഷേ മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന കോർപ്പറേഷനിലുണ്ട്. അതുകൊണ്ട് ലീഗിന്റെ ഒരു സാധ്യത ഇല്ലെങ്കിൽ പോലും അവർക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അതൊരു ഏകപക്ഷീയമായ നിലപാടാണ്. മുന്നണി സംവിധാനങ്ങൾക്കെതിരാണെന്നാണ് ലീഗിന്റെ നിലപാട്. നിസ്സഹകരണം അടക്കം ജില്ലയിൽ സ്വീകരിക്കാനുള്ള നിലപാടിലേക്ക് ലീഗ് പോകുമോ ഇല്ലയോ എന്ന് ഇന്ന് ചേരുന്ന നേതൃയോഗത്തിൽ അറിയാം. ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടിമുടി പ്രശ്നമാണ് UDF-ലുള്ളത്. അതിലൊരു പരിഹാരം ഇനി എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വം, ലീഗിന്റെയും അതോടൊപ്പം കോൺഗ്രസിന്റെയും ഒക്കെ സംസ്ഥാന നേതൃത്വത്തിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകൾക്ക് പോലും മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദീപ്തിയുടെ ഒരു പ്രതികരണം നമ്മൾ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.